പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ സിദ്ധവൈദ്യത്തിലൂടെ ആതുര ശുശ്രൂഷാ രംഗത്തും കൂടാതെ കലാരംഗത്തും ഒരുപോലെ മികവ് പുലർത്തുന്ന ഒരു വിശിഷ്ട അതിഥിയാണ് ഇന്ന് സ്ത്രീ ശക്തിയിൽ. ഞാൻ ഡോക്ടർ നിഷ അനു. എൻ്റെ നാട് ട്രിവാൻഡ്രമാണ്. ജനിച്ചതും വളർന്നതുമെല്ലാം നെയ്യാറ്റിൻകര വ്ളാത്താങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അച്ഛൻ്റെ പേര് ക്രിസ്താസ്, അമ്മയുടെ പേര് പ്രഭ. ഗ്രാൻഡ് മദർ ഒരു പാരമ്പര്യ വൈദ്യയായിരുന്നു. ആയുർവേദം അല്ലെങ്കിൽ സിദ്ധയെ പറ്റിയുള്ള അറിവ് എൻ്റെ ചെറിയ പ്രായം തൊട്ട് തന്നെ അമ്മൂമ്മ വഴി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മുതലേ ഇതിനോടുള്ള താല്പര്യം കുറച്ച് കൂടുതലായിരുന്നു. ഒരു ആയുർവേദ വൈദ്യരാവണം എന്നുള്ളത് ചെറിയ പ്രായം തൊട്ടേ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ വളർന്നു വരുമ്പോൾ അത് സിദ്ധയെ പറ്റി അറിയുകയും സിദ്ധ വൈദ്യന്മാരെ അല്ലെങ്കിൽ ഋഷിമാരെ പറ്റി അറിയുകയും മുനിമാരെ പറ്റി അറിയുകയും അവരുടെ ഒരു സ്പിരിച്വൽ വളർച്ച എങ്ങനെ ഉണ്ടായതിനെ പറ്റി ഒരു കൗതുകം തോന്നുകയും, എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റും. കാരണം അന്നത്തെ ശാസ്ത്രത്തിൽ, അതായത് പഴയ കാലത്ത് അവർ ജീവിച്ചിരുന്ന ജീവിതശൈലി നമുക്ക് ഇന്നത്തെ ആധുനിക ലോകത്ത് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായ വ്യത്യാസം, നമ്മുടെ ബോഡിയിലുണ്ടായ വ്യത്യാസം, മനസ്സിലുണ്ടായ വ്യത്യാസം, ആത്മാവിലുണ്ടായ വ്യത്യാസം, അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ട്രാൻസ്മിഷൻ നമുക്ക് എങ്ങനെ നടത്താൻ പറ്റും, അവരെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് വെച്ചാൽ നമ്മുടെ ആയുസിൻ്റെ ബലം കൂട്ടാൻ അല്ലെങ്കിൽ ദൈർഘ്യം കൂട്ടാൻ നമുക്ക് സിദ്ധയെ കൊണ്ട് കഴിയുമോ, അങ്ങനെയുള്ള കൗതുകത്തിലാണ് സിദ്ധയെ പറ്റി അറിയുകയും സിദ്ധ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും പഠിക്കുകയും ചെയ്തത്. സക്സസ്ഫുള്ളായിട്ടുള്ള 5.5 വർഷം കഴിഞ്ഞതിന് ശേഷം സിദ്ധ ചികിത്സ വളരെ പ്രൗഡോടുകൂടി തന്നെ നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയും ഒരു ചെറിയ ക്ലിനിക്കോട് കൂടി സ്റ്റാർട്ട് ചെയ്യുകയും അവിടുത്തെ എല്ലാ ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടും പല ഭാഗത്തു നിന്നും ഈ സിദ്ധ ചികിത്സയെ തേടി ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ അത് എല്ലാവർക്കും എളുപ്പമുള്ള രീതിയിൽ കവടിയാറിൽ നമ്മുടെ സെൻറ്റർ ഓഫ് ഹാർട്ട് ഓഫ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന കവടിയാറ് സിറ്റിയിൽ തന്നെ ഒരു ചെറിയ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുകയും വൈദീശ്വരൻ ആയുർവേദ സിദ്ധ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ എന്ന പേരിൽ ഒരു സെൻറ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ഒത്തിരി ആൾക്കാർ വന്നു പോവുകയും സിദ്ധ ചികിത്സയിൽ കംഫർട്ടായിട്ട് നല്ലപോലെ കംഫർട്ടായിട്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് പോലും നല്ലപോലെ മാറ്റം വരികയും കണ്ടുവരുന്നുണ്ട്. പലർക്കും സിദ്ധ ചികിത്സയെ പറ്റി അറിയില്ലെങ്കിലും ഒരു സമയത്ത് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കോവിഡ് പോലുള്ള മഹാമാരി സമയത്ത് സിദ്ധയിൽ നിന്ന് കിട്ടിയ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. നിലവേമ്പ് കുടിനീരെന്ന് പറയുന്ന ഒരു മരുന്നിൻ്റെ പേരോടുകൂടിയാണ് സിദ്ധ ചികിത്സ ഇന്ന് നാട് മൊത്തം അറിഞ്ഞു തുടങ്ങിയത്. ഒരു വൈറൽ ഫീവർ വരുമ്പോൾ മാത്രമല്ല, പല അസുഖങ്ങൾ, പാരലൈസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ, ചെന്നിക്കുത്ത് എന്ന് പറയുന്ന തലവേദന, അത് മൈഗ്രെയിൻ, അങ്ങനെയുള്ള കണ്ടീഷൻസ്, പിന്നെ മാരകമായിട്ടുള്ള പല അസുഖങ്ങൾ, മാറാത്ത അസുഖങ്ങൾ, പിന്നെ ചെറിയ അസുഖങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പോലുള്ള പ്രശ്നങ്ങൾ, പീഡിയാട്രിക്സ്, അത് കുഞ്ഞു പിള്ളേർക്ക് തൊട്ട് വയസ്സായവർക്ക് വരെയുള്ള ട്രീറ്റ്മെൻറ്റ്സ്, ഇതിനെല്ലാം സിദ്ധ ചികിത്സ ഭയങ്കരമായിട്ട് പ്രചാരത്തിൽ വന്നിട്ടുള്ള സമയമാണിത്. എൻ്റെ ഈ സിദ്ധ ചികിത്സാ രംഗത്ത് എനിക്കായിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വേറൊന്നല്ല, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, അതായത് ഡയബറ്റിക്, പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി ബാധിക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ലിവർ ഡിസീസ് സഹിതമുള്ള പല അസുഖങ്ങൾക്കും ഡയറ്റും ഡീറ്റോക്സിഫിക്കേഷനും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് രീതികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ വലിയ മാറ്റമാണ് സിദ്ധ ചികിത്സ രംഗത്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ മദ്യപാനം മൂലം അല്ലെങ്കിലും ആൽക്കഹോളിക് ആൻഡ് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ലിവർ ഡാമേജസ്, ഇപ്പോൾ സിറോസിസ് ആവാം, പിന്നെ ഫാറ്റി ലിവർ ആവാം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ നമ്മുടെ സിദ്ധയിൽ എക്സ്റ്റേണൽ തെറാപ്പീസ് ഉപയോഗിച്ച് തന്നെ മാറ്റാനുള്ള വിദ്യകൾ നിലവിലുണ്ട്. അതിൽ വിത്തിൻ 1 വീക്കിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ഞാനൊരു കമ്പൈനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാനിവിടെ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ സിദ്ധ, ആയുർവേദ അല്ലെങ്കിൽ നാച്ചുറോപ്പതി, ഇതിനെല്ലാം ഈ പേരിനുള്ള വ്യത്യാസമുള്ളതല്ലാതെ ചികിത്സാ രീതിയിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതെല്ലാം ഒരു കമ്പൈൻ ഫോമിൽ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യത്യാസമാണ് പലർക്കും കണ്ടിട്ടുള്ളത്. ഇന്ന ആൾക്കാർ ഒരാൾ അസുഖമായിട്ട് വരുമ്പോൾ അവർക്ക് ഈ ഒരു ചികിത്സ തന്നെ കൊടുക്കണം എന്നല്ല.
ഇപ്പോൾ വർമ്മ ചികിത്സയാവാം, ഇപ്പോൾ സുജോക്ക്, അക്യുപങ്ക്ചർ, അങ്ങനെയുള്ള പല ചികിത്സകളും നമുക്കിവിടെ ചെയ്യുന്നുണ്ട്. ഏതിലാണോ ഒരാൾക്ക് വ്യത്യാസം വരുന്നത് അത് തന്നെ അവർ കംഫർട്ട് ആവുന്ന രീതിയിലായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് മാത്രമല്ല, വരുന്ന പേഷ്യൻറ്റിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞത് അവരെ കേൾക്കാനുള്ളൊരു മനസ്സ്. അത് മാത്രമല്ല, അവർക്ക് ഉള്ളൊരു സാന്ത്വനമായിട്ടുള്ള വാക്കുകൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാനൊരു ഹോസ്പിറ്റലിൽ പോകുമ്പം എനിക്ക് കിട്ടേണ്ട ഒരു കെയർ അതെന്താണോ അത് തന്നെയാണ് ഞങ്ങൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. അതിൽ ഫുൾ കോൺഫിഡൻ്റ് ആണ് ഞങ്ങളിവിടെ. അതുപോലെ വരുന്ന പേഷ്യൻസിനും നല്ല കംഫർട്ടുമാണ്. പേഴ്സണലി ഞാനൊരു ഡോക്ടർ എന്നതിന് ഉപരി ഞാനൊരു കായിക രംഗത്ത് വളരെ സജീവമാണ്. ഒഴിവ് സമയങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പെയിൻറ്റിങ്, ഡ്രോയിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ആഗ്രഹമുള്ളത്. ചെറിയ പ്രായം തൊട്ടേ ചെറിയ പ്രായത്തിൽ നമ്മുടെ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഇഷ്ടമുണ്ടായിരുന്നതാണ് നല്ലൊരു അറിയപ്പെടുന്ന ഒരു പെയിൻറ്റർ ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു മാഹാത്മ്യം അന്നത്തെ നമ്മുടെ സമൂഹത്തിന് അറിയാത്തത് കൊണ്ടും, പക്ഷെ ഒരു പ്രൊഫഷണൽ ആയതിനു ശേഷം ആ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ വന്നപ്പോൾ ഒരു എക്സിബിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വയ്ക്കാൻ പറ്റി, ഒത്തിരി ആൾക്കാരെ അറിയാൻ പറ്റി, ഞാൻ വരയ്ക്കുന്നുള്ളത് ഒത്തിരി പേരിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് മാത്രമല്ല, കോളേജ് ടൈമിൽ തന്നെ ബാക്കിയുള്ള പാട്ട്, ഡാൻസ്, ഇങ്ങനെയുള്ള എല്ലാ കലാകാര്യങ്ങളിൽ ഞാൻ സജീവമായിരുന്നു. അത് മാത്രമല്ല, 10 വർഷങ്ങൾക്ക് ശേഷം, കോളേജ് കഴിഞ്ഞൊരു 10 വർഷത്തോളമായി, അതിനുശേഷം ഇപ്പോഴും BNI പോലുള്ള അല്ലെങ്കിൽ ലേഡീസ് ക്ലബ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഗ്രൂപ്പ്സ് നമുക്ക് ഇന്ന് സജീവമാണല്ലോ. അപ്പോൾ അതിലെല്ലാം ഞാൻ ആക്റ്റീവാണ്. ഇതിനെല്ലാം ഉപരി കായിക തലത്തിൽ വരുമ്പോൾ മാർഷൽ ആർട്സ് ആയിട്ടുള്ള കളരി, പിന്നെ അടിമുറൈ, ഇങ്ങനെയുള്ളതിനോട് ഭയങ്കരമുള്ള താല്പര്യവും അത് പഠിക്കും. ചെറിയ ചെറിയ രീതിയിൽ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ അത് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ ആയോധന കലകളിലെല്ലാം ഏറ്റവും മറഞ്ഞിരിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് അതിലുള്ള മെയിനായിട്ടുള്ള മർമ്മ പോയിൻറ്റ്സ് ആണ്. ഒരു പക്ഷേ നമ്മൾ കണ്ടുകൊണ്ട് നിന്നാൽ പോലും നമുക്കത് മനസ്സിലാവത്തില്ല. എന്നാൽ നമ്മളാണ് അത് പഠിക്കുന്നതെങ്കിൽ അതിലുള്ള ഓരോ പോയിൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ടൈമിൽ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു സീക്രട്ടാണ്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആയുർവേദ സിദ്ധ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാർഷൽ ആർട്സ് കൂടെ കുറച്ച് പഠിച്ചിരിക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കുഞ്ഞുനാളിലെ ചെറിയ രീതിയിൽ വരയ്ക്കുമായിരുന്നു. ചെറിയ ചെറിയ സപ്പോർട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പ്രൈസ് കിട്ടുമ്പോൾ ഒരു ആവേശമായിരുന്നു. വീണ്ടും വീണ്ടും വരയ്ക്കണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഉയർന്നൊരു വ്യത്യാസം, ആ പടം വരപ്പിൽ ഉയർന്നൊരു വ്യത്യാസം വന്നത് ചെറുതായിട്ട് വരയ്ക്കുന്ന പിക്ചറിനെ പോലും കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർ 8th ബാച്ചിലെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവർ ഓരോ പിക്ചറിനും ഞാൻ സാധാരണമായി വരയ്ക്കുന്ന പിക്ചേഴ്സിനെ പോലും അവർ ഭയങ്കര സ്വീകരണം തരുമായിരുന്നു. എൻ്റെ കയ്യെഴുത്ത് മാസിക, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്ത നല്ല ഗ്രൂപ്പായിരുന്നു എൻ്റെ 8th ബാച്ച് എന്ന് പറയുന്ന എൻ്റെ കോളേജ്, ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിലെ എൻ്റെ ഫ്രണ്ട്സ്. അവിടെ നിന്ന് ആ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻ്റ് ഉണ്ട് ഞാൻ വരയ്ക്കും എന്നുള്ളത്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൊടുത്തു. ഒരു ഡെലിവറി ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു കുറച്ച് സമയമുണ്ട്. ആഫ്റ്റർ ഡെലിവറി കെയർ എന്ന് പറയുന്നത് ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് ഡിപ്രഷൻ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ടൈം വരുന്ന സമയമാണ്. അപ്പോൾ എന്നാൽ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി, എൻ്റെ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയും ഞാൻ കണ്ടെത്തിയ ഒരു മാർഗം കൂടിയായിരുന്നു പടം വരപ്പ്. അപ്പോൾ കിട്ടുന്ന ഒഴിവ് സമയം വരച്ചെടുത്ത പിക്ചേഴ്സ് എല്ലാം ഒരുമിച്ച് കൂട്ടി കുഞ്ഞിന് ഒരു 3 വയസ്സൊക്കെ ആയ സമയത്ത് ഒരു എക്സിബിഷൻ നടത്താൻ കഴിഞ്ഞു. ആ എക്സിബിഷൻ വളരെ വൻ വിജയകരമായിട്ട് നമ്മുടെ മ്യൂസിയത്തിൽ വെച്ച് തന്നെ കഴിഞ്ഞിരുന്നു. അതിൽ എൻ്റെ ഫാമിലിക്ക് അന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് എൻ്റെ പപ്പയും അമ്മയ്ക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയത് അവർ തന്നെയാണ്. അവരുടെ സന്തോഷം കാണുമ്പോഴാണ് എനിക്കും ഏറ്റവും നല്ല സന്തോഷം. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. കല്യാണത്തിന് ശേഷമാണ് പുള്ളിക്കാരനാണ് ആക്ച്വലി നിനക്കിങ്ങനെ കഴിവുണ്ട്, നീ പടം വരയ്ക്ക്, എല്ലാ സാമഗ്രികളും, അതായത് പടം വരയ്ക്കാനുള്ള ക്യാൻവാസ് ആണെങ്കിലും പെയിൻറ്റിങ്സും എല്ലാ കാര്യങ്ങളും എനിക്ക് വാങ്ങി തന്നതും എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത് ഇന്നും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡാണ്. നമ്മുടെ സ്ഥാപനം നമ്മുടെ നാട്ടിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നെയ്യാറ്റിൻകരയിൽ വ്ലാത്താങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്
ഞങ്ങളുടെ സ്ഥാപനം, അതായത് വൈദീശ്വരൻ സിദ്ധ കൈവല്യ ചികിത്സാലയം എന്ന് പറഞ്ഞ പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയായിട്ട് ബന്ധപ്പെട്ട് അതിനെ കുറച്ചുകൂടി ആൾക്കാരിൽ എത്തിക്കണമെന്നുള്ളത് നമുക്ക് ഒരു വലിയൊരു പ്രതിസന്ധിയായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഇത് എങ്ങനെയായിരിക്കും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുക. നാട്ടിൻ പുറത്ത് ആൾക്കാർ ചിന്തിക്കുന്നത് പോലെ അല്ല സിറ്റിയിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകുമ്പോൾ. കാരണം എന്നെപ്പറ്റി ആർക്കും അറിയില്ല, എൻ്റെ പ്രായം വന്ന് ചെറുതാണ്. ഞാൻ ആക്ച്വലി 24th ഏജിലാണ് ഞാൻ എൻ്റെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ നമുക്ക് താങ്ങാവുന്നത് സിദ്ധയിലെ നാഡീ ചികിത്സയാണ്. നാഡി നോക്കി അസുഖങ്ങൾ പ്രവചിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഒരു ക്യാമ്പ് പോലെ, മെഡിക്കൽ ക്യാമ്പ്സ് പോലെ പല സ്ഥലങ്ങളിലും കണ്ടക്ട് ചെയ്യും. നമ്മൾ എന്താണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനുള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോമായിരുന്നു അത്. ഏകദേശം 33 അല്ലെങ്കിൽ 40ഓളം മെഡിക്കൽ ക്യാമ്പ്, ഫ്രീ മെഡിക്കൽ ക്യാമ്പ്സ് നമ്മൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അവാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കണ്ടെത്തിയ ഒരു നല്ലൊരു സ്ഥലമാണ് കവടിയാർ, കൊട്ടാരം ഇരിക്കുന്ന കവടിയാർ എന്ന് പറഞ്ഞ സ്ഥലം. ഈ കൊട്ടാരത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് വൈദീശ്വരൻ എന്ന പേരിൽ ഡോക്ടർ ശശി തരൂർ സർ ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം. ആതുര സേവന രംഗത്തോടൊപ്പം തന്നെ അഭിനയ രംഗത്തും ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് കാൽ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ആങ്കറിംഗ് ആയിട്ട് നാട്ടുവരമ്പ് പ്രോഗ്രാം 1-2 ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം 1-2 സീരിയൽസ് ഇപ്പോൾ ഡോക്ടറായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒഴിവ് സമയങ്ങൾ കിട്ടുന്ന ചെറിയ ഒഴിവ് സമയങ്ങളിൽ ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ലിമിറ്റ്ലെസ് ആണ്. അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ആക്ച്വലി ഒരു മനുഷ്യന് ഒരു കാര്യം തന്നെ ഒരു നേരം ചെയ്യാൻ പറ്റുമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മനസ്സുണ്ടെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ലൈഫിൻ്റെ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ പ്രൗഡായിട്ടും അല്ലെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻറ്റോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നതെന്ന് എന്നാണ് എൻ്റെ വിശ്വാസം. തനി നാട്ടിൻ പുറത്താണ് ജനിച്ചത്. അവിടുത്തെ ചെറിയ സ്കൂളുകളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. പക്ഷേ അവിടുത്തെ സമ്പ്രദായം അനുസരിച്ച് ഈ പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവയ്ക്കരുത് അങ്ങനെയൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ വളർന്നു വരുമ്പോൾ ആക്ച്വലി പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കണം, അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമൂഹമാണ് ഞാൻ കണ്ടു വളർന്നത്. അതുപോലെ തന്നെ എൻ്റെ പാരൻസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും, കായികമാണെങ്കിലും കലാകാര്യങ്ങളിലാണെങ്കിലും മുന്നിൽ നിൽക്കാൻ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അച്ഛനും അമ്മയാണ്. എല്ലാ മത്സരങ്ങൾക്കും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ നല്ല മനസ്സുള്ളവരാണ് അച്ഛനും അമ്മയും. പിന്നെ അതുപോലെ തന്നെയാണ് പഠിപ്പിച്ച അധ്യാപകർ, അവരെല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ ഡ്രോയിങ് ആണെങ്കിലും കോമ്പറ്റീഷൻ ലെവലിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ആർട്സ് അല്ല ഡാൻസോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോഗ്രാമിന് വരുമ്പോൾ നമ്മുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകാനും വീണ്ടും നിങ്ങൾ ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം സൂക്ഷിക്കണം, നിങ്ങളിത് കൊണ്ടുവരണമെന്ന് ചെറിയ പ്രായത്തിലെ ഉപദേശിച്ച് തന്നിട്ടുള്ള നല്ല അധ്യാപകരായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആക്ച്വലി 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈം മാനേജ്മെൻറ്റ് എന്നത് ഒരു വലിയ റിസ്ക്കാണ് എൻ്റെ മുന്നിൽ. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, ഇതിലെല്ലാത്തിലും ഇൻവോൾവ് ആയതുകൊണ്ടാണോന്നറിയില്ല, എനിക്ക് ആക്ച്വലി എല്ലാത്തിനും സമയം കിട്ടുന്നുണ്ട്. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, നമ്മൾ ലിമിറ്റ്ലെസ് ആണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എല്ലാത്തിനും സമയം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ഒരു ദിവസം നമുക്കത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നാളെ അത് നമ്മൾ വിചാരിക്കണം, ഇന്ന സമയത്ത് എനിക്ക് ഈ ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നാണോ നമ്മൾ ആ ടൈം കൊടുക്കുന്നത്. അല്ലാതെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും നടക്കത്തില്ല. അപ്പം നാളെ നമ്മൾ ചെയ്യണമെന്നൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം. ഇപ്പോൾ ഒരു പടം വരയ്ക്കണമെന്നുണ്ട്, വിചാരിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഒരു ക്യാൻവാസ് എടുത്ത് പടം വരയ്ക്കാനായിട്ട് തുടക്കം മാത്രം വെച്ചിട്ട് ഒരു വർഷത്തോളം വരയ്ക്കാതിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, വരയ്ക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ക്യാൻവാസും പെയിൻറ്റും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വരച്ചതിന് ശേഷം അടുത്ത കാര്യം, അത്രയേ ഉള്ളൂ. നമ്മൾ ടൈം കണ്ടെത്തുക എന്ന് പറഞ്ഞത്
ആക്ച്വലി നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. വരച്ചിരുന്ന ചിത്രങ്ങളെല്ലാം ലാൻഡ്സ്കേപ്പ് പോലത്തതായിരുന്നു, അല്ലാതെ മ്യൂറൽ പെയിൻറ്റിങ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അപ്പുറം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സിദ്ധയിലെ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മെഡിസിൻ ഉണ്ടായത്, ഒറിജിൻ ഓഫ് മെഡിസിൻ. അത് ഞാനൊരു പടം വരച്ചു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളത് ഇനി വരയ്ക്കാൻ പോകുന്ന പിക്ചറിലാണ്. അതിൽ എനിക്ക് വരയിലൂടെയെങ്കിലും ഈ സിദ്ധേഴ്സിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിലാണ്. കാരണം എന്താണ് അവരുടെ തോട്ട്സ്, അത് നമുക്ക് ദ ഒറിജിൻ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ സാധാരണ മനുഷ്യരെ കൊണ്ടുണ്ടാക്കിയതല്ല. ഇന്ന് ഇത്രയും ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു ആയുർവേദ മെഡിസിൻസ് പോലും കണ്ടുപിടിച്ചു എന്ന് ഞങ്ങൾ കേട്ടില്ല. എന്നാൽ നമ്മളൊരു അലോപ്പതി വെച്ച് നോക്കുമ്പോൾ പുതിയ മരുന്ന് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്നു, ഇത് ഇങ്ങനെയുള്ള പുതിയ ഫോർമുലാസ് വന്നിട്ടേ ഇരിക്കും. പക്ഷെ നമ്മൾ ആയുർവേദത്തിനോ അല്ലെങ്കിൽ സിദ്ധ എടുത്ത് നോക്കുമ്പോൾ ഈ മരുന്നെന്ന് പറയുന്നത് പണ്ട് കാലത്തെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചു വന്നതാണ്, അല്ലെങ്കിൽ 100 വർഷം മുമ്പേ ഇന്ന് അഗസ്ത്യമുനിയുടെ ബുക്കിലുണ്ടായിരുന്നതാണ്. അതിൽ ആൾക്കാർക്ക് ഇന്നും വിശ്വാസമുണ്ട്, ആ ഒരു മരുന്ന് കഴിച്ചാൽ കുറയുമെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഒരു മരുന്ന് അന്ന് ആ അഗസ്ത്യമുനി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അന്നത്തെ ക്ലൈമറ്റിനും അന്നത്തെ ബോഡി ലാംഗ്വേജ് ആയിട്ടുള്ള ആൾക്കാർക്കും അന്നത്തെ ആൾക്കാർ ചെയ്തിരുന്ന ജോലിക്കും ജീവിച്ചിരുന്ന ജീവിതശൈലിക്കും കണക്കാക്കിയാണ് മെഡിസിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആക്ച്വലി ഇന്നെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അന്ന് കരിങ്കലിലും അല്ലെങ്കിൽ പാടത്തും പണിയെടുക്കുന്ന ആൾക്കാർ ഫുൾ ടൈം അവർ ഭയങ്കര ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ടയേർഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് 3 നേരം ഭക്ഷണം, ആ ഭക്ഷണ ക്രമീകരണങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ മിക്കവാറും പേരും ഒരിടത്ത് ഇരുന്നായിരിക്കും ജോലി ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ചെറിയ ജോലിയെ നമുക്കുള്ളൂ. അങ്ങനത്തെ ആ ഹെവി ആയിട്ടുള്ള ഒരു കാര്യവും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. എന്നിട്ടും ഈ 3 നേരത്തെ ഭക്ഷണം ഇതുവരെയും ഫോളോ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ റോങ് കോൺസെപ്റ്റ്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, മെഡിസിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അന്നുണ്ടാക്കിയ മെഡിസിൻസ്, അന്നത്തെ ആ മെഡിസിൻസ് ഇന്ന് ഫോർമുല വൈസ് നോക്കുമ്പോൾ ചെറിയ വേരിയേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും ആ റിസൾട്ട് ഇല്ല. അതിനർത്ഥം അന്ന് മെഷീൻസിൻ്റെ സഹായത്തോടു കൂടി അല്ലാതെ പോലും അത്രയും ആപ്റ്റായിട്ടുള്ള ഒരു ഫോർമുല അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്പർ നാച്ചുറൽ പവർ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ അതിനെ ഈ ചിത്രങ്ങളിൽ അത് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അങ്ങനെയുള്ള ആൾക്കാരുടെയും ഈ അതായത് നമ്മുടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രകൃതിയും ഇത്രയും സൂപ്പർ നാച്ചുറൽ പവറുള്ള ആൾക്കാരുടെ ഹെൽപ്പോട് കൂടി ഇവരുടെ രണ്ടുപേരുടെയും ഒരേപോലത്തെ കോൺട്രിബ്യൂഷൻ്റെ കൂടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആത്മീയ ശക്തി അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പവറിൻ്റെ ഒരു സപ്പോർട്ട് കൂടെയാണ് ഒരു ആയുർവേദം അല്ലെങ്കിൽ സിദ്ധ പോലത്തെ മെഡിസിൻ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചറിന് ഞാൻ കൊടുത്ത ചിത്രീകരണം. ഇപ്പോൾ നിലവിൽ കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് കർക്കിടക കഞ്ഞി പോലുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ കൂടുതൽ മെഡിസിൻസ് നമ്മുടെ പാരമ്പര്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സിദ്ധ മെഡിസിൻസ് അല്ലെങ്കിൽ ആയുർവേദ മെഡിസിൻസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഉണ്ടാക്കി മാനുഫാക്ചറിങ് ചെയ്ത് എല്ലാവരിലും എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് വിത്ത് ഒരു ചെറിയ ക്ലിനിക്കോട് കൂടി തന്നെ നെയ്യാറ്റിൻകരയിൽ പണി തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ആ ഒരു പ്രോസസ്സിങ് ടൈമിലാണ്. ഇപ്പോൾ അതിലൂടെ ആ ഒരു ബിൽഡിംഗ് വരുമ്പോഴേക്കും ഇപ്പോൾ നിലവിൽ നമുക്ക് എല്ലാവരുടെയും റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് വൈദ്യശീലനിൽ വന്നു കഴിഞ്ഞാൽ ചികിത്സ കഴിഞ്ഞ് പുറത്ത് പോവേണ്ട ഇതാണ്. അതായത് OP മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ കിടന്ന് ഉള്ള ചികിത്സ, കിടന്ന ചികിത്സ ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ വൈദ്യശീലനായിട്ടുള്ള തന്നെ നമ്മുടെ തന്നെ ഒരു ഫോർമുലയുണ്ട്. ഒരു മനുഷ്യനെ അവരുടെ ഒരു 7 days അല്ലെങ്കിൽ 14 days വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ബോഡീനെ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം, എങ്ങനെ കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതാക്കാം, അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റോട് കൂടി തന്നെ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി ഞങ്ങൾ നെയ്യാറ്റിൻകരയിൽ വ്ളാത്താങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ലിനിക്ക് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വരവോടുകൂടി കുറച്ചുകൂടി എല്ലാവരിലും എത്തുന്ന രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം.